സന്തോഷം തോന്നുന്നൊരു കാര്യമാണ് നമ്മൾ മണ്ണരയിൽ കാണുമ്പോൾ. കാരണം ഇത് വളരെ ലൈവായിട്ടുള്ള ഒരു വളപ്രയോഗമാണ്. ഇപ്പം നമ്മൾ പോള് ഇൻസ്റ്റാൾ ചെയ്തു, അത് ലെവലായി. അത് കഴിഞ്ഞ പിന്നെ അടുത്ത പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് ഒരു പോളിന് 2 തൈ വെച്ചിട്ടാണ്. അപ്പോൾ അതെല്ലാം കുമ്പുക്കലിൽ നമുക്കതിനുള്ള ഇൻഫർമേഷൻ എല്ലാം വരുന്നുണ്ട്, അഡ്വൈസ്, അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് തന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പൈപ്പ് 4 കോൺക്രീറ്റിന് ശേഷം ഒരു 2-3 ദിവസം അത് നനച്ചിടുക, കോൺക്രീറ്റ് ഒന്ന് സെറ്റാവാൻ വേണ്ടി. അതൊന്ന് ഉറപ്പായതിന് ശേഷമാണ് നമ്മൾ തൈ വയ്ക്കുന്നത്. അതിനിപ്പോൾ ശരിക്കും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വളമിട്ട് മണ്ണിട്ട് ഇളക്കി ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വെക്കാൻ പറ്റുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് മിക്സായിട്ട് കിട്ടും. അതിന് ശേഷമാണ് തൈ വയ്ക്കാൻ നല്ലത്. നമ്മൾ പോള് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 അടി ചതുരത്തിലുള്ള കുഴിയുണ്ട്. ആ കുഴി തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വേറെ നമ്മളൊന്നും ചെയ്യുന്നില്ല. പന്നിയുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് എല്ലുപൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പന്നി വന്നിട്ട് പച്ചമണ്ണ് കുത്തി ഇളക്കി ചെടിയെല്ലാം നശിപ്പിച്ചിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് മണ്ണിട്ട് താഴത്തെ കോൺക്രീറ്റ് മുകളിലൊരു 1-1.5 ഇഞ്ച് മണ്ണായി കഴിയുമ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇടും, വീണ്ടും കുറച്ച് മണ്ണിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലുപൊടി ഇടും. ഏറ്റവും അടിഭാഗത്ത് വരുന്ന രീതിയിൽ എല്ലുപൊടി ഇടും. പിന്നെ വീണ്ടും ചാണകം, കമ്പോസ്റ്റ് അതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഈ വേപ്പും പിണ്ണാക്കിടുന്നത്. കാരണം വേപ്പും പിണ്ണാക്കിൻ്റെ ആ സ്മെല്ല് പന്നിക്ക് അത്ര ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു ഫാക്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകൾ ഭാഗത്ത് കുറച്ച് മിക്സ് ചെയ്തിട്ട് വേപ്പും പിണ്ണാക്കിടും. അല്ല, നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നൊരു കാര്യമാണ് നമ്മൾ മണ്ണരയിൽ കാണുമ്പോൾ. കാരണം ഇത് വളരെ ലൈവായിട്ടുള്ള ഒരു വളപ്രയോഗമാണ്. ഇത് ഡെഡായിട്ടുള്ള രാസവളം കൊട്ടിട്ടാലും നമുക്കിത് കാണാൻ പറ്റില്ല. ഇതിൽ ഇഷ്ടംപോലെ മണ്ണരകളുണ്ട്. പോസിറ്റീവ് സൈനാണ് ശരിക്കും. എന്നിട്ട് നല്ലോണം മണ്ണ് വെട്ടിക്കൂട്ടി ഒരു കൂന പോലെ ആക്കിയിട്ട് പോളിനോട് വളരെ ചേർന്നിട്ട് തന്നെയാണ് പ്ലാന്റ് ചെയ്യുന്നത്. 2 പ്ലാന്റ് 2 സൈഡിൽ. അപ്പോൾ ഈ പ്ലാന്റ് വെക്കുമ്പോൾ ഒരു കാര്യം കൂടെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് നനയ്ക്കാനുള്ള ഒരു സൗകര്യത്തിനും കൂടെ പറ്റുന്ന രീതിയിലാണ് പ്ലാന്റ് പൊസിഷൻ ചെയ്യുന്നത്. വേനൽക്കാലത്ത് നനയ്ക്കാനും അതേപോലെ വർഷക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിലും നമ്മൾ ഇത് ചെയ്യുന്നത്.